പോസ്റ്റ് ഇട്ടത്. പക്ഷേ ഇത് ക്ഷേത്രത്തിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ആയിരുന്നില്ല. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്കൂളിലേക്ക് വന്ന ഒഴിവുകളിലേക്കുള്ള വേക്കൻസി ആയിരുന്നു. പക്ഷേ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കും വിധം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അറബി പഠിച്ചാലേ അമ്പലത്തിൽ ഇനി ജോലി കിട്ടും. പക്ഷേ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്കൂളിലേക്കുള്ള കോൾ ലെറ്ററാണ്. താങ്കൾ സംസ്കൃതം പഠിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധാരണാജനകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്ര പേർക്ക് 2,07,000 പേർക്ക് മദ്രസയിൽ പഠിപ്പിക്കാനായിട്ട് എത്ര കോടി രൂപ എടുക്കുന്നതറിയോ? മണ്ണ് വാരി തിന്നുന്ന കുട്ടികളുള്ള കേരളത്തില് 2,07,000 പേർക്ക് ഏകദേശം 2,000 കോടി രൂപയോളം ഒരു വർഷം അവിടെ മതം പഠിപ്പിക്കാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം അങ്ങോട്ട് കേൾക്കുക. ഈ മതം പഠിപ്പിക്കാൻ പൈസ പബ്ലിക് മണി ചെലവാക്കാവുന്ന എവിടെയാ ഭരണഘടനയിലുള്ളത്? എന്താണ് കേരളത്തിൽ മാത്രം അത് ചെയ്യുന്നത്? കേരളത്തിൽ ഏതെങ്കിലും ഹിന്ദുവിന്റെ കാര്യം പഠിപ്പിക്കാൻ ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കുന്നുണ്ടോ? അപ്പോൾ ആദ്യം ദേവസ്വം എന്തിനാണ്ടായത്? ദേവസ്വം ഹിന്ദുവിന് വേണ്ടി ഉണ്ടായത്. ആ ദേവസ്വം സ്കൂൾ ഉണ്ടാകുന്നത് എന്തിനാണ്? ആ ഹിന്ദുവിന്റെ പൈസ കൊടുത്തിട്ടുണ്ടാകുന്നതാണ്. മനസ്സിലാക്കണം. അവിടെ സംസ്കൃതം പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളത് പഠിപ്പിക്കുന്നത്? സ്റ്റിൽ യു കൺഫ്യൂസ്. ഇത് ഒരു പ്രത്യേക സമയത്ത് വന്ന സ്കൂളിലെ ഒഴിവുകളുടെ മാത്രം ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമോ എത്ര പേര് വേണം സംസ്കൃതം പഠിക്കാൻ ഒരു ക്ലാസ്സിൽ? ഒരു സ്കൂളിൽ എത്ര നിങ്ങൾ ഇങ്ങോട്ട് പറയൂ, എത്ര കുട്ടികളുണ്ടെങ്കിൽ സംസ്കൃതം പഠിപ്പിക്കുക? ഇപ്പോ സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ അനുസരിച്ച് 40. എത്ര കുട്ടികളുണ്ടെങ്കിൽ അറബി പഠിപ്പിക്കുക? സ്റ്റിൽ മൈനോറിറ്റി കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ പോലും ആ സ്കൂളിന് അധ്യാപകൻ അറബി ഏതെങ്കിലും വിദ്യാർത്ഥി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ പോലും പഠിപ്പിക്കണം. അത് തന്നെ വ്യത്യാസം. സംസ്കൃതവും ആവശ്യമുണ്ട്. അല്ല, അവിടെയാണ് വ്യത്യാസം. സംസ്കൃതം പഠിക്കാൻ മിനിമം 24 കുട്ടികൾ വേണം. സ്റ്റാറ്റസ് മൈനോറിറ്റിയിലല്ല. അല്ല, വേണ്ട. എന്താണ് അതിനും എന്തിനാ മതം? അതെന്ത് സ്റ്റാറ്റസ്?